സൗദി അറേബ്യയും അമേരിക്കയും ഒപ്പിട്ട ആണവ കരാറായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. എന്നാൽ അവസാന നിമിഷം ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉപാധിയിൽ നിന്നും ട്രംപ് പിന്മാറി. ഈ കരാർ ഇനി എങ്ങനെയാകും മുന്നോട്ട് പോവുക? എന്തൊക്കെയായിരിക്കും അമേരിക്കക്കും സൗദി അറേബ്യക്കും ഈ കരാർ വഴി ലഭ്യമാവുക? സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ സിവിൽ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള ഊർജ്ജ രംഗത്തും വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും ചേർന്ന് ഒപ്പുവെച്ച ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകൾ നീളുന്ന തന്ത്രപരമായ സഹകരണത്തിന് വഴിയൊരുക്കുന്ന ഒന്നാണ്. സൗദി അറേബ്യയുടെ സിവിലിയൻ ആണവോർജ്ജ പദ്ധതികൾക്ക് സാങ്കേതിക വിദ്യയും പിന്തുണയും നൽകാൻ അമേരിക്കൻ കമ്പനികൾക്ക് ഇതുവഴി അവസരമൊരുങ്ങുന്നു. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മാറി ക്ലീൻ എനർജിയിലേക്കും നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ വൻതോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിലേക്കും തിരിയാൻ സൗദിയെ ഇത് സഹായിച്ചേക്കും. ഒപ്പുവെച്ച ചരിത്രപരമായ 123 ആണവ സഹകരണ കരാർ 30 വർഷത്തേക്കുള്ളതാണ്. 10,000 കോടി ഡോളറിന്റെ വ്യാവസായ വാണിജ്യ മൂല്യമുള്ളതാണ് ഈ കരാർ. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ സാമ്പത്തികവും തന്ത്രപരവുമായ വൻ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അമേരിക്കക്ക് ഇത് വലിയ വ്യാപാരാവസരമാണ്. വെസ്റ്റിംഗ് ഹൗസ് പോലുള്ള US ആണവ സാങ്കേതിക കമ്പനികൾക്ക് സൗദിയിലെ ശതകോടി ഡോളറിന്റെ ആണവ നിലയ നിർമ്മാണ കരാറുകൾ ഇതുവഴി സ്വന്തമാക്കാം. BWX ടെക്നോളജീസ്, സെൻട്രസ് എനർജി, GE വെർണോവ തുടങ്ങിയ പ്രമുഖ US സാങ്കേതിക വിദ്യ ആണവ കമ്പനികൾക്ക് ആണവ ഉപകരണങ്ങളും സേവനങ്ങളും സൗദിക്ക് ഇതിലൂടെ നൽകാൻ വഴി തുറക്കുന്നു. വ്യാവസായിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ശതകോടി ഡോളറിന്റെ നിർമ്മാണ സാങ്കേതിക കൈമാറ്റ കരാറുകളാണ് അമേരിക്കൻ കമ്പനികൾക്ക് ഇതുവഴി ലഭിക്കുന്നത്. US ആണവ ഉൽപാദന മേഖലയിലും സപ്ലൈ ചെയിൻ രംഗത്തും ഉയർന്ന ശമ്പളമുള്ള 10,000 പുതിയ തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും. ഒപ്പം രാഷ്ട്രീയമായി സൗദിയെ റഷ്യയുടെയോ ചൈനയുടെയോ ആണവ സ്വാധീന വലയത്തിലേക്ക് പോകാതെ തങ്ങളുടെ തന്ത്രപരമായ ചേരിയിൽ ഉറപ്പിച്ചു നിർത്താനും ഈ കരാറിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നു. സൗദിക്കും ഇതിൽ വൻ നേട്ടങ്ങളുണ്ട്. ആഭ്യന്തര ആവശ്യങ്ങൾക്കായി നിലവിൽ വൻതോതിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ലാഭിക്കാം. പകരം ആണവോർജ്ജത്തിലേക്ക് മാറുകയും ചെയ്യാം. ഇതുവഴി അത്യാധുനികമായ ക്ലീൻ എനർജിയിലേക്ക് സൗദിക്ക് മാറാൻ സാധിക്കും. സൗദി ലക്ഷ്യമിടുന്ന വൻകിട AI ഡാറ്റാ സെന്ററുകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും ആവശ്യമായ തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഇതുവഴി ഉറപ്പാക്കാനും കഴിയും. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് എണ്ണ കത്തിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ കൂടുതൽ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും സൗദിക്ക് കഴിയും. ഇതൊക്കെയാണെങ്കിലും കരാർ പ്രാബല്യത്തിൽ വരാൻ ഇനിയും നിരവധി കടമ്പകൾ ബാക്കിയുണ്ട്. കരാർ ഒപ്പുവെച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ ഉപാധിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇസ്രായേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അബ്രഹാം അക്കോർഡിൽ സൗദി പങ്കാളിയാകുകയും ചെയ്താൽ മാത്രമേ ആണവ കരാറിന് അന്തിമ അനുമതി ലഭിക്കൂ എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടൊപ്പം US കോൺഗ്രസിന്റെ 90 ദിവസത്തെ പരിശോധനാ കാലാവധി പൂർത്തിയാക്കുകയും അതിനു പിന്നാലെ തടസ്സമില്ലാത്ത അനുമതിയും ഈ കരാർ നടപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ്.
ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ കരാറുമായി എങ്ങനെ മുന്നോട്ടു പോകുമെന്നത് ഏറെ ഉറ്റുനോക്കപ്പെടുന്ന വിഷയമാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള വ്യക്തമായ പാത ഒരുങ്ങാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നത് സൗദിയുടെ പ്രഖ്യാപിത നിലപാടാണ്. ഈ ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ യുദ്ധത്തിനിടയിലും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. ഗസയിലെ യുദ്ധത്തിനു ശേഷം അറബ് ലോകത്ത് നിലനിൽക്കുന്ന പൊതുവികാരം കണക്കിലെടുക്കുമ്പോൾ പൂർണ്ണമായും ഫലസ്തീൻ വിഷയം അവഗണിച്ച് അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ സൗദി തയ്യാറായേക്കില്ല. എന്നാൽ യുഎസുമായി നയതന്ത്ര ചർച്ചകൾ നടത്തി സുരക്ഷാ കരാറുകളിലും ഫലസ്തീൻ വിഷയത്തിലും തങ്ങൾക്ക് അനുകൂലമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാനുള്ള വഴികളാകും സൗദി അറേബ്യ ഇനി തേടുക. മേഖലയിലെ രാഷ്ട്രീയ നേട്ടങ്ങളും പ്രത്യാഘാതങ്ങളും പരിശോധിക്കുമ്പോൾ സൗദി അറേബ്യയുടെ ആണവശേഷി വളരുന്നത് പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലനത്തെ കാര്യമായി സ്വാധീനിക്കും. പ്രധാനമായും ഇറാന്റെ ആണവ മുന്നേറ്റങ്ങൾക്ക് ഒരു പ്രതിരോധമായി മാറും എന്നതുകൊണ്ട് തന്നെ സൗദിക്ക് മേഖലയിലെ തന്ത്രപരമായ മേൽക്കൈ വർദ്ധിക്കും. എന്നാൽ സൗദി അറേബ്യ ആണവ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്നത് മേഖലയിൽ ഒരു പുതിയ ആണവ മത്സരത്തിന് തുടക്കമിട്ടേക്കാമെന്ന് ഇസ്രായേലും ട്രംപ് വിരുദ്ധ രാഷ്ട്രീയ ശക്തികളും ആശങ്കപ്പെടുന്നു. ഇസ്രായേലിന്റെ മേഖലയിലെ ഏകപക്ഷീയമായ സൈനിക ആണവ മേധാവിത്വത്തിന് ഇത് ഭീഷണിയാകുമെന്ന് അവർ കരുതുന്നുണ്ട്. എങ്കിലും സൗദിയുമായി കരാർ ഒപ്പിടാൻ സാധിച്ചാൽ ആ ഉപാധി ഇസ്രായേലിന് താൽക്കാലിക ആശ്വാസം നൽകും. അമേരിക്കക്കകത്തും ഈ കരാറിനെ കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. സൗദി വിരുദ്ധമായ രാഷ്ട്രീയമാണതിന് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, സൗദിക്ക് യുറേനിയം സമൃദ്ധീകരണത്തിനുള്ള അവസരം നൽകുന്നത് ഭാവിയിൽ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ആണവായുധ നിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് ഒരു വിഭാഗം അമേരിക്കൻ ജനപ്രതിനിധികളുടെ ഭയം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കടുത്ത പരിശോധനാ മാനദണ്ഡങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ഒരു വിഭാഗം വിമർശിക്കുന്നു. എന്നിരുന്നാലും US കോൺഗ്രസിൽ ഈ കരാറിനെതിരെ എതിർപ്പുകൾ ഉയർന്നേക്കാമെങ്കിലും പ്രസിഡന്റ് ട്രംപിന് വീറ്റോ അധികാരം ഉപയോഗിച്ച് കോൺഗ്രസിന്റെ തടസ്സങ്ങളെ മറികടക്കാൻ ഇതുവഴി സാധിക്കും. ഇതിനാൽ കരാർ പൂർണ്ണമായി തള്ളിക്കളയാനുള്ള സാധ്യത കുറവാണ്. ഈ കരാർ ഈ ഘട്ടത്തിലേക്ക് എത്തിയതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധവും തന്ത്രപരമായ സൗഹൃദവും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. US പ്രസിഡന്റിന്റെ സൗദി സന്ദർശനവും സൗദി കിരീടാവകാശിയുടെ US സന്ദർശനവും ഇതിന് പ്രത്യേകമായി വഴി തുറന്നു. പരമ്പരാഗത നയതന്ത്ര ചട്ടക്കൂടുകൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷാ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് ഇരു നേതാക്കളും വെച്ചു പുലർത്തുന്നത്. ട്രംപിന്റെ ഒന്നാം ഭരണകാലം മുതൽ വളർന്നു വന്ന ഈ വ്യക്തിബന്ധമാണ് പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്ര വലിയൊരു ആണവ പങ്കാളിത്തത്തിന് കളമൊരുക്കിയത്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഇസ്രായേൽ ഉപാധിയും US കോൺഗ്രസിലെ വോട്ടെടുപ്പും വരും ദിനങ്ങളിൽ ഈ കരാറിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക ഘടകങ്ങളായിരിക്കും. സൗദി അറേബ്യയുമായുള്ള അമേരിക്കയുടെ ആണവ സഹകരണ കരാറിനെതിരെ ഇസ്രായേലിനകത്തും വലിയ രാഷ്ട്രീയ സുരക്ഷാ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക ആണവ മേധാവിത്വത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നും മേഖലയിൽ പുതിയ ആണവ മത്സരത്തിന് വഴി തുറക്കുമെന്നും ആരോപിച്ച് മുൻ പ്രധാനമന്ത്രിമാരായ യായിർ ലാപിഡ്, നെഫ്താലി ബെന്നറ്റ് തുടങ്ങിയ ഇസ്രായേലി നേതാക്കൾ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെയും കരാറിനെതിരെയും രംഗത്തുവന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ അമേരിക്കയെ ബന്ധപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഈ ആശങ്കയും അമേരിക്കൻ മാധ്യമങ്ങളിലെ വിമർശനങ്ങളും ഉയർന്നതോടെയാണ് കരാർ ഒപ്പുവെച്ച് മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് ട്രംപ് വൻ നയതന്ത്ര നിലപാട് മാറ്റം പ്രഖ്യാപിക്കുന്നത്. സൗദി അറേബ്യയുമായി ഈ ആണവ സഹകരണ കരാറിൽ അമേരിക്ക മുന്നോട്ട് പോയില്ലെങ്കിൽ സൗദിക്ക് മുൻപിലും ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെയോ റഷ്യയുടെയോ സ്വാധീനത്തിലേക്ക് സൗദി മാറുന്നത് തടയേണ്ടത് അവരുടെ തന്ത്രപരമായ ആവശ്യമാണ്.
അതുകൊണ്ട് കരാർ പൂർണ്ണമായും അവർ ഒഴിവാക്കുകയുമില്ല. US കമ്പനികൾക്കും ശതകോടി ഡോളറിന്റെ നിർമ്മാണ കരാറുകളാണ് ഇതുവഴി അവസരമൊരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങളും യുറേനിയം സമൃദ്ധീകരണത്തിലെ നിയന്ത്രണങ്ങളും ഉൾപ്പെടുത്തി ഒരു പുതിയ ഫോർമുലയിലൂടെ ഈ കരാറിന്റെ ഭാവി നിർണയിക്കപ്പെട്ടേക്കാം. നടപ്പായില്ലെങ്കിൽ സൗദിക്ക് റഷ്യ ഉൾപ്പെടെയുള്ള ഓപ്ഷനുകളുണ്ട്. അത് അമേരിക്ക ഒരു നിലക്കും അനുവദിക്കാനിടയുമില്ല. ഫലസ്തീൻ നിലപാടിൽ സൗദി ഉറച്ചുനിന്നാൽ ഭേദഗതിയോടെ ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്തേക്കും. അപ്രവചനീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ട്രംപ് തീരുമാനം മാറ്റുമോ? കാത്തിരുന്ന് കാണാം.